ഹായ് കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. നമ്മളിന്ന് +2 മലയാളത്തിലെ ദർപ്പണം എന്ന യൂണിറ്റിലെ അടുത്ത അധ്യായം ആണ് എടുക്കാൻ പോകുന്നത്. ഒരു കഥയാണ്. ഗ്രേസിയുടെ ഗൗളി ജന്മം എന്നാണ് കഥയുടെ പേര്. അപ്പോൾ ഗ്രേസിയെ നമുക്ക് പരിചയപ്പെടാം. 1951 മൂവാറ്റുപുഴയ്ക്കടുത്ത് മാറാടിയിൽ ജനിച്ചു. സ്ത്രീ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ കഥകളിൽ ആവിഷ്കരിച്ച എഴുത്തുകാരിയാണ് ഗ്രേസി. അവരുടെ ആദ്യ കഥാസമാഹാരം പടിയിറങ്ങിപ്പോയ പാർവതി, അത് 1991 പ്രസിദ്ധീകരിച്ചു. ഇനി അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ: നരകവാതിൽ, ഭ്രാന്തൻ പൂക്കൾ, 2 സ്വപ്നദർശികൾ, കാവേരിയുടെ നേര്, പനിക്കണ്ണ്, 7 പെൺകഥകൾ, ഗ്രേസിയുടെ കഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. അപ്പോൾ അവർക്ക് ധാരാളം അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഥാകാരിയെക്കുറിച്ചും അവരുടെ എഴുത്തിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. എന്ത് ചെയ്യണം, നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനായിട്ടുള്ള കാര്യത്തിൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ കഥാകാരിയുടെ കാര്യങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. നമ്മളത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ യൂണിറ്റിലെ 2ാമത്തെ അധ്യായം കഥ, ഗൗളി ജന്മം എന്നുള്ള കഥയാണ് ഞാൻ വായിച്ച് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കൂ. നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ 2 ഗൗളികൾ പാർത്തിരുന്നു. അപ്പോൾ ഗൗളികളുടെ വീക്ഷണകോണിലൂടെയാണ് ഈ കഥ വരുന്നത്. നമ്മളിപ്പോൾ 2 മനുഷ്യർ താമസിച്ചിരുന്നു എന്നല്ല പറഞ്ഞത്, 2 ഗൗളികൾ പാർത്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരാൺ ഗൗളിയും ഒരു പെൺഗൗളിയും. യാതനാ നിർഭരമായ ആശുപത്രി ജീവിതം ഒരു തുടർ നാടകം പോലെ കണ്ട് വിഷണ്ണരായി തീർന്ന അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചീന്തി എറിഞ്ഞ് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. അപ്പോൾ യാതനാ നിർഭരമായ ആശുപത്രി ജീവിതം. അപ്പോൾ ഒരു ആശുപത്രിയിലെ മുറിയുടെ ചുമരിൽ, അല്ലെങ്കിൽ നേരത്തെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിലാണ് ഈ ഗൗളികൾ താമസിക്കുന്നത്. ചുമരിൻ്റെ മുകളിലൊക്കെയാണ്. അപ്പോൾ ഈ ഗൗളികൾ കാണുന്നത് എന്താണ്? നിത്യവും കാണുന്നത് എന്താണ്? യാതനാ നിർഭരമായ ആശുപത്രി ജീവിതമാണല്ലോ. ആശുപത്രിയിലെ ജീവിതം എപ്പോഴും വിഷമങ്ങൾ നിറഞ്ഞതായിരിക്കും, വേദന നിറഞ്ഞതാണ്. അത് കണ്ട് അവരവസാനം എന്ത് ചെയ്തിട്ടുണ്ട്? 2 പേരും ദാമ്പത്യം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അങ്ങനെ അവർ ആ മുറിയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മുറിയാകെ നിരീക്ഷിച്ചു. അവശനായി കിടക്കുന്ന യുവാവും അവൻ്റെ കാൽക്കീഴിലിരുന്ന യുവതിയും അപ്പോഴും ഒരു നിശ്ചല ദൃശ്യം തന്നെയായിരുന്നു. അവരുള്ള ആ 2 ഗൗളികൾ ഉള്ള ആ മുറിയിലെ കാര്യമാണ് പറയുന്നത്. താഴെ ആ മുറിയിൽ 2 പേരുണ്ട്, ഒരു യുവാവും യുവതിയും. അപ്പോൾ യുവാവ് അസുഖം ബാധിച്ച് കിടപ്പിലാണ്. അടുത്ത് തന്നെ ഒരു യുവതി ഇരിക്കുന്നുണ്ട്. അപ്പോഴും അവരുടെ ആ ഇരിപ്പ് ഇങ്ങനെ ഒരു നിശ്ചല ദൃശ്യം തന്നെയായിരുന്നു. യുവതിയുടെ കണ്ണുകളിൽ ആരുടെ ഹൃദയത്തെയും ഈർന്നു മുറിക്കുന്ന ഒരു ശൂന്യത കണ്ട് ആൺഗൗളി അസ്വസ്ഥനായി. യുവതിയുടെ കണ്ണുകളിൽ ഒരു തരം ശൂന്യതയാണ്. ആ ശൂന്യത കണ്ട് ആൺഗൗളി അസ്വസ്ഥനായി. 2 പാതുകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവൻ്റെ ശ്രദ്ധ മുറിയുടെ വാതിൽക്കിലേക്ക് തെന്നി. ആ സമയത്താണ് ചെരുപ്പിൻ്റെ ശബ്ദം, കാൽപാദങ്ങളുടെ ശബ്ദം, 2 പാതുകങ്ങളുടെ കുളമ്പടി ശബ്ദം. പാതുകങ്ങൾ എന്താണ് പറയുന്നത്? ചെരുപ്പാണ്. ചെരുപ്പിൻ്റെ ശബ്ദം കേട്ട് ആൺഗൗളി വാതിൽക്കിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്ന സന്ദർശകയെ കണ്ട് ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു. അപ്പോൾ ഈ അവശനായി കിടക്കുന്ന യുവാവിനെ കാണുന്നതിന് വേണ്ടി ആ മുറിയിലേക്ക് ഒരു സന്ദർശക വരികയാണ്. അപ്പോൾ ആ സന്ദർശകയെ കണ്ട് ആൺഗൗളി പെൺഗൗളിയോട് പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ, ഈ പെൺപിറന്നവർക്ക് ചാകാൻ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോടോ അവൻ്റെ സുന്ദരിയായ ഭാര്യയോടോ തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല. അപ്പോൾ ആ സന്ദർശക വന്നത് ഒരു കാരുണ്യ ദൈവം എന്നുള്ള ആളല്ല എന്നാണ് ആൺഗൗളി പറഞ്ഞത്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നോക്കാം. രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തൻ്റെ ആരോഗ്യ തരംഗം കൊണ്ട് ആ പാവത്തെ വശക്കേടിലാക്കാനാണ്. സ്വൈരമായി ചാകാൻ കൂടി സമ്മതിക്കില്ല ഈ വർഗം. സന്ദർശകം ഒഴിയുന്നത് ചെവി ഓർത്താൽ നിനക്കത് മനസ്സിലാവും. ആൺകൗളി കാര്യഗൗരവത്തോടെ പറഞ്ഞു. ഈ വന്ന സന്ദർശകയ്ക്ക് ആ അവശനായി കിടക്കുന്ന യുവാവിനോട് യാതൊരു അനുതാപമോ കരുണയോ ഒന്നും ഇല്ല. തൻ്റെ ആരോഗ്യ തരംഗം കൊണ്ട് എന്താണ് അവശരായി കിടക്കുന്ന ആ രോഗികളെ എന്താണ് വശക്കേടിലാക്കാനാണ് വന്നത് എന്നാണ് പറഞ്ഞത്. അല്പം നർമ്മമുണ്ട് അവിടെ. അല്ലെങ്കിൽ ഒരു വ്യംഗ്യമായ രൂപത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ചിലരുടെ മനോഭാവം എങ്ങനെയൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് കഥാകാരി. അപ്പോൾ ആ സന്ദർശക മൊഴിയുന്നത് ചെവി ഓർത്താൽ നിനക്കത് മനസ്സിലാവും. ഈ യുവാവിനോട് യാതൊരു അനുതാപമോ കാരുണ്യമോ ഇല്ല ഈ സന്ദർശകയ്ക്കെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ആ സന്ദർശക വന്നിട്ട് പറഞ്ഞതെന്ന് കേട്ടോളൂ. സന്ദർശക ചിത്രത്തിൽ എഴുതിയതുപോലെ ഇരിക്കുന്ന യുവതിയുടെ ചുമലിൽ കൈത്തലം അർപ്പിച്ച് നെടുവീർപ്പിട്ടു. എൻ്റെ ഒരു കസിൻ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റിൽപ്പെട്ട് പിന്നെ മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത്. അപ്പം എന്താണ് പറഞ്ഞ അസുഖമായി കിടക്കുന്ന ഒരു യുവാവിനെ കാണാൻ സന്ദർശക. അപ്പോൾ ഉചിതമല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ് അവർ സംസാരിക്കുന്നത് മനസ്സിലാവും. അതുകൊണ്ടാണ് ആൺകൗളി ആദ്യം പറഞ്ഞത് എന്ത്, ഇവർക്ക് ഈ കിടക്കുന്ന യുവാവിനോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയോ കരുണയോ ഒന്നും അനുതാപമോ ഇല്ല എന്ന് പറഞ്ഞത്. യുവതിയിൽ പ്രതികരണമൊന്നും ഇല്ലെന്നു കണ്ട് ഊറി വരുന്ന നൈരാശ്യം അമർത്തി തുടച്ച് സന്ദർശക തുടർന്നു. നീ തളരരുത് ആരതി, നിനക്ക് ചെറുപ്പമല്ലേ, ജീവിതം ഇതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നീ പ്രഗ്നൻ്റോ മറ്റോ ആണോ എങ്കിൽ അതങ്ങ് അബോർട്ട് ചെയ്യിച്ചേക്ക്. ഇക്കാലത്ത് തന്തയില്ലാത്ത ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കെട. എങ്ങനെയുണ്ട് സന്ദർശകരുടെ മനസ്സിലിരിപ്പ്? അതും ആ യുവാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സന്ദർശക ആ യുവാവിൻ്റെ ഭാര്യയായ ആ യുവതിയോട് പറയുന്നത്. പ്രഗ്നൻ്റോ മറ്റോ ആണോ ഉണ്ടെങ്കിൽ തന്നെ നീ എന്ത് ചെയ്തേക്കേ, അത് അബോർട്ട് ചെയ്തേക്ക്. കാരണം പിന്നെന്താ പറയുന്നത്, തന്തയില്ലാത്ത ഒരു കുട്ടിയെ. അപ്പോൾ ഈ യുവാവ് മരിച്ചു പോവും എന്ന് ആ സന്ദർശകർ ഉറപ്പിച്ച മട്ടിലാണ് സംസാരിക്കുന്നത്. വളരെ ക്രൂരമായ സംസാരമായിരുന്നു അവർ നടത്തിയത് അല്ലേ. അപ്പോൾ പെൺഗൗളി ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു. ഇത് കേട്ട പെൺഗൗളിക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ പെൺഗൗളിയുടെ ആ ഒരു രീതി എന്ത് ചെയ്തു, ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു. കഷ്ടം തന്നെ, സത്യം ഇത്ര നിർദ്ദയമായി പറയാവോ, ഒരു മയമൊക്കെ വേണ്ടായോ? പെൺഗൗളി പറഞ്ഞത് ഇതാണ്. ആൺഗൗളി അമർഷത്തോടെ ചോദിച്ചു, നീ ഇപ്പോൾ ചിലച്ചതെന്തിന്? മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പ്രത്യേകിച്ച് ബുധനാഴ്ച തെക്കു പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധുമരണം നിശ്ചയം എന്നാണ് അവരുടെ ശാസ്ത്രം. അപ്പോൾ ഈ ചില വിശ്വാസങ്ങളുണ്ട്, ഗൗളി ശാസ്ത്രം എന്നൊക്കെ പറയും. അപ്പോൾ ആ വിശ്വാസപ്രകാരം എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പല്ലി ചിലച്ചാൽ അല്ലെങ്കിൽ ഗൗളി ചിലച്ചാൽ, പല്ലി എന്ന് പറയുന്നത് ഗൗളിയുടെ മറ്റൊരു പേരാണ്. നമ്മളൊക്കെ പല്ലി എന്നാണ് പറയുക, ഗൗളി എന്ന് പറയും. അപ്പോൾ പല്ലി ചിലച്ചാൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഗൗളി ചിലച്ചാൽ എന്താ പറയുക, അത് സത്യമാണ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പെൺഗൗളി എന്താണ് പ്രതിഷേധിച്ച, അതിൻ്റെ ശബ്ദം അതിൻ്റെ സ്വരം അങ്ങനെയാണല്ലോ, പ്രതിഷേധിച്ചതാണ് എന്ത്, ഈ സന്ദർശകയുടെ നിർദ്ദയമായ വാക്കുകൾ കേട്ടിട്ട്. പക്ഷെ ആൺഗൗളി ചീത്ത പറഞ്ഞിട്ട് കാര്യം പറയുകയാണ്. മനുഷ്യരെത്ര പുരോഗമിച്ചാലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ട്. അപ്പം എന്താണ്, ദിവസങ്ങളായി ആ ചെറുപ്പക്കാരി ശങ്കിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ ദാ ഈ നിമിഷം തീർപ്പായി. അപ്പം പല്ലിയോടി ചലച്ചോടുകൂടി ആ ചെറുപ്പക്കാരി ഉറപ്പിച്ചു തൻ്റെ ഭർത്താവിൻ്റെ കാര്യം അബദ്ധമാണ് എന്നുള്ളത് എന്ന രീതിയിൽ ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു. പെൺഗൗളി കുറ്റബോധത്തോടെ തല താഴ്ത്തി. അപ്പോഴാണ് പെൺഗൗളി ആലോചിച്ചത്, അയ്യോ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. അപ്പോൾ കുറ്റബോധത്തോടെ തല താഴ്ത്തി. ഞാൻ അത്രയ്ക്ക് കരുതിയില്ല. അപ്പോൾ ആൺഗൗളി ഇരുത്തം വന്ന ഭാവത്തിൽ തുടർന്നു. ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക, ഹൃദയത്തിനല്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക, ഹൃദയത്തിനല്ല. ആർദ്രതയേക്കാൾ കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ മനുഷ്യരുടെ പ്രവർത്തനം എന്നാണ്. ആണെങ്കിൽ തന്നെയും നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. തന്തയെ തീനി എന്ന ബഹുമതിയോടെ ആ പാവം കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ, അതിനു പിന്നെ ജീവിതം ദുസ്സഹമാവുകയില്ലേ?
എന്ന് ആൺഗൗളി സംസാരിച്ചു, പെൺഗൗളിയോട് ചോദിച്ചു. മുറിയിൽ നിശബ്ദതയുടെ നിഴലുകൾ കനക്കുന്നതറിഞ്ഞ് സന്ദർശക കടുത്ത ഇച്ഛാഭംഗത്തോടെ എഴുന്നേറ്റു. അപ്പൊ സന്ദർശകയ്ക്ക് ഇച്ഛാഭംഗം വന്നതുകൊണ്ടാണ് സന്ദർശക വിചാരിച്ചു ആ യുവതി പൊട്ടിക്കരയുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വികാരനിർഭരമായ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ നിശ്ചല ചിത്രം പോലെ ഇരിക്കുന്ന യുവതി അനങ്ങാതെ, അത് പറഞ്ഞല്ലോ ആൺഗോളി പറഞ്ഞല്ലോ, പിന്നെ ആ യുവതിയുടെ കണ്ണിലെ നിശ്ചലത, ആ ഒരു നിസ്സംഗത, ശൂന്യത കണ്ട് ആൺഗോളിക്ക് എന്താണ് ദുഃഖം തോന്നി. ആൺഗോളി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ശൂന്യതയോടെ തന്നെയാണ് ആ യുവതി ഇരിക്കുന്നത്, യാതൊരു പ്രതികരണവും ഇല്ല. അപ്പോൾ ഇച്ഛാഭംഗത്തോടെ ആ സന്ദർശക ആ മുറിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, എഴുന്നേറ്റു, അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാനിനി ഇവിടെ ഇരുന്നാൽ ശരിയാവുകയില്ല, ഡോക്ടർ റൗണ്ട്സിനു വരേണ്ട സമയമായി, വീണ്ടും കാണാം. പട്ടുസാരിയുടെ മിനുക്കം വാതിൽ കടന്നു മറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ കരിവാളിച്ച ചുണ്ടുകൾ ഞെരങ്ങി. അപ്പോൾ അവിടെ നോക്കൂ, പട്ടുസാരിയുടെ മിനുക്കം. അപ്പോൾ കാണാൻ വന്നത് സന്ദർശക ആശുപത്രിയിൽ കിടക്കുന്ന യുവാവിനെ കാണാൻ വന്നത് എങ്ങനെയാണ്, പട്ടുസാരി കൊടുത്ത് കല്യാണത്തിന് വരുന്നത് പോലെ അണിഞ്ഞൊരുങ്ങിയാണ് വന്നത് എന്നൊരു ധ്വനിയുണ്ട്. അപ്പം അതാണ്, യാതൊരു ദുഃഖം ഇല്ലാത്ത ചില സന്ദർശകരുണ്ട് എന്നുള്ള രീതിയിൽ സന്ദർശകരെയും അത് മനുഷ്യരുടെ മനോഭാവത്തെയും കഥാകാരി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ചെറുപ്പക്കാരൻ അപ്പോൾ ഈ സന്ദർശകൻ പറഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ അറിയാലോ, എന്തൊക്കെയാണ്, നീ പ്രഗ്നന്റോ മറ്റോ ആണോ, ഉണ്ടെങ്കിൽ തന്നെ അതിനെ അബോർട്ട് ചെയ്തേക്ക് എന്നുള്ള രീതി പറഞ്ഞില്ലേ. അപ്പോൾ അത് കേട്ട് കിടക്കുകയാണല്ലോ ഈ യുവാവ്. അപ്പോൾ ആ സന്ദർശക വാതിൽ കടന്നു മറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ കരിവാളിച്ച ചുണ്ടുകൾ ഞെരങ്ങി. ആരതി, നീ അത് ചെയ്യുമോ? ചെറുപ്പക്കാരി ഞെട്ടി. എന്ത്? എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുമോ? അപ്പം എന്താ ആ യുവാവിൻ്റെ ചോദ്യം? എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയും. അപ്പം അവിടെയും എന്താണ്, ആണുങ്ങളുടെ ഒരു ചിന്ത വരുന്നുണ്ട്. അവിടെ നമ്മുടെ കുഞ്ഞിനെ എന്നല്ല ചോദിച്ചത്, എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുമോ എന്നാണ് ചോദിച്ചത് എന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട് കഥാകാരി. ചെറുപ്പക്കാരിയുടെ കണ്ണുകളിൽ നിന്ന് 2 നീർത്തുള്ളികൾ പ്രയാണം ആരംഭിച്ചു. പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്ര എന്ന് വെച്ചാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. മുഖത്തിൻ്റെ അതിരിൽ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് ചുട്ടുവിങ്ങുന്ന നെഞ്ചിലേക്ക് ചാടി. അപ്പോൾ ഡോക്ടറും സംഘവും തിടുക്കത്തിൽ വാതിൽ കടന്നു വന്നു. ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു, സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ഈ ഭയങ്കരനാണ്. അപകടത്തിലേറ്റ പരിക്കുമൂലമല്ലല്ലോ ഇയാൾ മരിക്കാൻ പോകുന്നത്. ജനറൽ ഫിസിഷ്യന് റഫർ ചെയ്തിരുന്നെങ്കിൽ അങ്ങേര് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നു. ഈ മൂപ്പരുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ മരിക്കുകയല്ലാതെ മറ്റെന്തു ഗതി? അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫിൽ ഡോക്ടർമാരുടെ ഇടയിലുള്ള ഈഗോയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കഥാകാരി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് വന്ന ഈ ചെറുപ്പക്കാരൻ ആ പരിക്ക് കൊണ്ടല്ല മരിക്കുന്നതെന്നും അയാൾക്ക് ഉണ്ടായ മഞ്ഞപ്പിത്തം മൂലമാണ്. അപ്പോൾ ആദ്യമേ ഒരു ജനറൽ ഫിസിഷ്യനെ കാണിച്ചിരുന്നെങ്കിൽ, മഞ്ഞപ്പിത്തത്തിന് ആദ്യമേ ചികിത്സിച്ചിരുന്നെങ്കിൽ ഈ യുവാവ് മരിക്കുകയില്ലായിരുന്നു എന്നാണ് പറയണത്. പെൺഗൗളി ഭർത്താവിൻ്റെ മുഖത്ത് അത്ഭുത ആദരങ്ങളോടെ നോക്കി. ആ നോട്ടം കണ്ടില്ലെന്നു നടിച്ച് ആൺഗൗളി തന്നോട് തന്നെ പറഞ്ഞു, കഷ്ടം. കിശോരലാലിൻ്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട്. അങ്ങോർക്ക് ഒടുവിലുണ്ടായ തിരിച്ചറിവ് ഈ ജന്മം ഇവറ്റയ്ക്കൊട്ട് കിട്ടുകയുമില്ല. അപ്പോൾ കിശോരലാൽ എന്ന് പറഞ്ഞാൽ പൊൻകുന്നം വർക്കി എന്ന എഴുത്തുകാരൻ്റെ ഒരു നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കിശോരലാൽ, ഒരു ഡോക്ടറാണത്. അപ്പോൾ ആ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഷ്ടം, കിശോരലാലിൻ്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട്. അങ്ങോർക്ക് ഒടുവിലുണ്ടായ തിരിച്ചറിവ്, ആ ഡോക്ടർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ തിരിച്ചറിവ് ഈ ജന്മം ഇവറ്റയ്ക്കൊട്ട് കിട്ടുകയുമില്ല എന്ന് ആൺഗൗളി പറയുകയാണ്. പെൺഗൗളിക്ക് ജിജ്ഞാസ അടക്കാനായില്ല. ആരാണ് കിശോരലാൽ? ആൺഗൗളിയുടെ കണ്ണുകളിൽ പോയ ജന്മത്തിൻ്റെ ഓർമ്മ മുറിഞ്ഞു വീണ വാൽ പോലെ പിടഞ്ഞു. അപ്പോൾ ആ ആൺഗൗളി എന്താ പറയണത്? അത് പൊൻകുന്നം വർക്കിയുടെ ഒരു കഥാപാത്രമാണ്, പ്രഗത്ഭനായ ഒരു ഡോക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കിശോരലാൽ ആരാണെന്നാണ് ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞത്? പൊൻകുന്നം വർക്കിയുടെ ഒരു കഥാപാത്രം, പ്രഗത്ഭനായ ഒരു ഡോക്ടർ.
പെൺഗൗളിയുടെ വട്ടക്കണ്ണുകളിൽ അജ്ഞത തുറിച്ചു വന്നു. പൊൻകുന്നം വർക്കിയോ? പെൺഗൗളി ഇതൊന്നും അറിയില്ല. അപ്പം പെൺഗൗളി ചോദിക്കുക, പൊൻകുന്നം വർക്കിയോ? അതെ, അങ്ങോർ മലയാളത്തിലെ ഒരു കഥാകൃത്തായിരുന്നു. തൻ്റെ ആൺ പിറന്നവൻ്റെ പൊതുവിജ്ഞാനത്തെക്കുറിച്ച് പെൺഗൗളിക്ക് വളരെ മതിപ്പ് തോന്നി. അതവൾ പുറത്തെടുക്കുകയും ചെയ്തു. നിങ്ങൾ വെറും ഒരു ഗൗളിയല്ലേ, പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ ആൺഗൗളി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വെറൊരു ഗൗളിയല്ലേ, പിന്നെ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? അപ്പോൾ ആൺഗൗളി ഒരു നെടുവീർപ്പോടെ ആൺഗൗളി പറഞ്ഞു, ഞാൻ മുജ്ജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നു. എൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് ഞാൻ അഭിമാനിച്ചു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ മേൽക്കൂര താങ്ങുന്ന ഒരു ഗൗളിയായത്. അപ്പം എങ്ങനെയാണ് പറഞ്ഞത്? ആൺഗൗളി പറയാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? ഒരു കഥാകൃത്തായിരുന്നു. എൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് ഞാൻ അഭിമാനിച്ചു. അപ്പം നല്ല ഒരു കഥാകൃത്തായിരുന്നാണെന്നും അതുകൊണ്ടാണ് ഈ ജന്മം ഈ ഗൗളി എന്തായത്? മേൽക്കൂര താങ്ങുന്ന ഒരു ഗൗളിയായത് എന്നാണ് പറയണത്. ഇവിടെ പുരുഷവർഗത്തിൻ്റെ അഹന്തയെ, കഥാകൃത്തുക്കൾക്കിടയിലുള്ള ഈഗോയെ ഒക്കെ എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ എഴുത്തുകാരി ഗ്രേസി. പെൺഗൗളി ആത്മനിന്ദയോടെ തല തല്ലി. കഷ്ടം, എനിക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഒരു ഓർമ്മയും തെളിയുന്നില്ലല്ലോ. ഞാൻ ആരായിരുന്നു എന്നറിയാൻ എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. പുരുഷന്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല. അതിന് ബോധോദയം ഉണ്ടാവണം. എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു ബോധിവൃക്ഷം. അത് തിരിച്ചറിഞ്ഞ് ബോധിവൃക്ഷ ചുവട്ടിൽ ധ്യാനത്തിൽ അമരണം, ബുദ്ധൻ ചെയ്തതുപോലെ എന്ന് ആൺഗൗളി പറഞ്ഞു. പെൺഗൗളി ഔത്സുക്യത്തോടെ ചോദിച്ചു, ഒരു താല്പര്യത്തോടെ, എന്താണ് എന്നുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ട് അങ്ങോർക്ക് എന്ത് ബോധമാണ് ഉദിച്ചത്? ബുദ്ധൻ ചെയ്തതുപോലെ ബോധോദയം ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്നിട്ട് അങ്ങോർക്ക് എന്ത് ബോധമാണ് ഉദിച്ചത്? ആൺഗൗളി ഒന്ന് പതറി. അതുകൊണ്ട് തന്നെ അവൻ തിടുക്കത്തിൽ അനാവശ്യമായ ഒരു പ്രസംഗത്തിൻ്റെ ചാലിൽ വീണു. എന്താ പറഞ്ഞത്? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ബുദ്ധൻ ചെയ്തത്. പ്രാപഞ്ചിക ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്താൻ കൊട്ടാരവും കിരീടവുമൊക്കെ വെടിഞ്ഞു. കെട്ടിയ പെണ്ണിനെയും അവളിലുണ്ടായ ഓമന പുത്രനെയും തിരസ്കരിച്ചു. ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ധ്യാനത്തിൻ്റെ കവാടം തുറന്നു. അപ്പോൾ സർവവും തെളിഞ്ഞു വന്നു. അവൻ്റെ ഇണ പെണ്ണുങ്ങൾക്ക് കൈമുതലായ പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവിടെ പെണ്ണുങ്ങളെയും ചില രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. വ്യംഗ്യമായ രീതിയിൽ വിമർശനാത്മകമായ വിലയിരുത്തൽ. പെണ്ണുങ്ങൾക്ക് കൈമുതലായ പിടിവാശി വിടാതെ അല്ലേ ആ പെൺഗൗളി സംസാരിക്കുകയാണ്. എന്താണെന്ന് ഉത്തരം കിട്ടണം. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമല്ലല്ലോ പറഞ്ഞത്. ഇത് എന്താണ് പറയുന്നത്? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് ബുദ്ധൻ ചെയ്തത്, എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറയണത്. അങ്ങോർക്ക് എന്ത് ബോധമാണ് ലഭിച്ചത് എന്നാണല്ലോ പെൺഗൗളിയുടെ ചോദ്യം. അതിനുള്ള ഉത്തരം ശരിക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തപ്പിപ്പിടുത്തം കാരണമാണ്, കഴിവില്ലാത്തത് കാരണമാണ് ഇത്തരം ഒരു പ്രസംഗത്തിൻ്റെ രൂപത്തിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. ആൺഗൗളി പിന്നെയും പതറി. വട്ടക്കണ്ണുകൾ 1-2 വട്ടം ചിമ്മി തുറന്ന് അവൻ പറഞ്ഞൊപ്പിച്ചു, മമതയാണ് സർവ ദുഃഖങ്ങൾക്കും കാരണം എന്ന ബോധം. പെൺഗൗളി പൊട്ടിച്ചിലച്ചു. പൊട്ടിച്ചിരിച്ചു എന്നുള്ള പകരം എന്താണ്? പെൺഗൗളി പൊട്ടിച്ചിലച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് കണ്ടെത്താനാണോ ആ പാവം രാജകുമാരൻ ഇക്കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത്? കഷ്ടം. അടുക്കള ചുവരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത്. അപ്പം എന്താണ്? ആൺഗൗളിയുടെ അഭിമാനം നുറുങ്ങിപ്പോയി. അപ്പോൾ ഇത് കേട്ട് എന്താണ് പെൺഗൗളി പറഞ്ഞത്? അയ്യോ, ഇത് കണ്ടെത്താനാണോ ആ രാജകുമാരൻ ഇത്രയും സാഹസം ചെയ്തത്? എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയും മകനെയും കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ചത്. ഇത് ആർക്ക് കൂടി അറിയാം? സ്വന്തം
അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത് എന്ത് മമതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. എന്നുവെച്ചാൽ മമത, സ്നേഹം കാരണമാണ് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും യാതൊരു മടിയും കൂടാതെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ട് 4 ചുമരുകൾക്കുള്ളിലാണോ ഒതുങ്ങിപ്പോകുന്നതെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ കാരണം അവരുടെ മമതയാണ്. അപ്പം മമതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്നുള്ള സത്യമാണല്ലോ ബുദ്ധൻ കണ്ടുപിടിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് 4 ചുമരുകൾക്കുള്ളിൽ, അടുക്കള ചുമരുകളിൽ കരിയും പൊയ്യും പിടിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ എന്ന് പറഞ്ഞില്ലേ. ആൺകളിയുടെ അഭിമാനം നുറുങ്ങിപ്പോയി. മുറിയിൽ നിന്ന് പൊടുന്നനെ ഉയർന്ന കരച്ചിലിൽ അവരുടെ ശ്രദ്ധ താഴേക്ക് ഊർന്നു. കാര്യം മനസ്സിലായപ്പോൾ പെൺഗൗളിയുടെ കണ്ണുകൾ നനഞ്ഞു. ദാ ആ പാവം ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. അയാളുടെ ചുണ്ടുകളിൽ ഇപ്പോഴും എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് എന്നൊരു സങ്കടം പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാവത്തിൻ്റെ ആത്മാവിന് പിതൃലോകത്ത് പ്രവേശനം കിട്ടാതെ അലഞ്ഞു നടക്കേണ്ട ഗതികേട് വരുമെന്ന് തോന്നുന്നു. ആൺഗൗളി കനത്ത സ്വരത്തിൽ പ്രതിവചിച്ചു. ആ ചെറുപ്പക്കാരി അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെ വെളിച്ചം കാണിക്കുകയില്ല. തീർച്ച, മറ്റൊരു ജീവിതം അവൾക്കായി കാത്തിരിക്കുന്നു. പെൺഗൗളി ചിന്താവിഷ്ടയായി. പിന്നെ തിടുക്കത്തിൽ പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മുറിയിൽ ബന്ധുക്കളുടെ തിരക്കാവും. അതിനു മുമ്പേ തന്നെ ഞാൻ ആ ചെറുപ്പക്കാരിയുടെ ബാഗിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കടന്നുകൂടാൻ പോകുകയാണ്. അവളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചറിയാൻ എനിക്ക് വളരെ മോഹമുണ്ട്. ആൺഗൗളി ആ പെൺഗൗളിയുടെ ആ സംസാരം കേട്ട ആൺഗൗളി ഞെട്ടിപ്പോയി. പെണ്ണെ, അബദ്ധമൊന്നും കാണിക്കരുത്. അവളുടെ ജീവിതം അവൾ ജീവിച്ചു തീർത്തോളും. നീ നിന്റെ കാര്യം നോക്ക്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് നീ എന്ന കാര്യം വിസ്മരിക്കേണ്ട എന്ന് ആൺഗൗളി പറഞ്ഞു. അപ്പോൾ വാൽ വിറപ്പിച്ച് പെൺഗൗളി തിരിഞ്ഞു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്കും കഴിയും. പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വലിയ വിവരമില്ല, അങ്ങനെ ഏതൊക്കെയാണ് അവൾ സ്വാർത്ഥതയോടെയാവും പ്രവർത്തിക്കുക എന്നൊക്കെ രീതിയിലാണല്ലോ ആൺഗൗളി പറഞ്ഞത്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരി എന്ത് ചെയ്യും എന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, പെൺഗൗളി അവളുടെ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ, ബാഗിലെ വസ്ത്രങ്ങളിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആൺഗൗളി എന്താ പറഞ്ഞത് ആൺഗൗളി, നീ നിന്റെ കാര്യം നോക്ക്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് നീ എന്ന കാര്യം വിസ്മരിക്കേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം പെൺഗൗളി എന്താ പറഞ്ഞ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്കും കഴിയും. പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. എന്ത് തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്ക് അറിയേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ് പെൺഗൗളി താഴേക്ക് കുതിച്ചു ചാടി ആൺഗൗളിയുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷയായി. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഗ്രേസിയുടെ 2 സ്വപ്നദർശികൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തൊരു കഥയാണ് ഇത്, ഈ ഗൗളി ജന്മം. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും നോക്കാം. ഗൗളി ജന്മം എന്ന കഥയിലൂടെ ഗ്രേസി അവതരിപ്പിക്കുന്ന സാമൂഹിക വിമർശന തലം എന്ത്? കഥ വിശകലനം ചെയ്ത് കുറിപ്പ്. സാമൂഹ്യ വിമർശന തലം ധാരാളം തലങ്ങളുണ്ട്. എഴുത്തുകാരെ കുറിച്ച്, ഡോക്ടേഴ്സിനെ കുറിച്ച്, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള രോഗിയെ സന്ദർശിക്കാൻ വരുന്ന സന്ദർശകരെ കുറിച്ച്, അത്തരം പിന്നെ ജനങ്ങളുടെ തലച്ചോറിനാണ് അല്ലാതെ ഹൃദയത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്, ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഗൗളിയുടെ വീക്ഷണകോണിലൂടെ കഥ പറയുന്ന തന്ത്രം കഥാകാരി സ്വീകരിച്ചതുകൊണ്ട് കഥയ്ക്ക് കൈവന്ന സവിശേഷതകൾ അപഗ്രഥിച്ചെഴുതുക. അപ്പോൾ അതൊരു ഇതാണ് ഈ കഥയുടെ പ്രത്യേകത. അതാണ് 2 ഗൗളികളുടെ വീക്ഷണകോണിലൂടെയാണ് കഥ ഉരുത്തിരിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് ടെക്സ്റ്റ് കഥ നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ടീച്ചറുടെ ഈ അക്ഷരജാലം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. ഓക്കെ.